അലൈക്കും. 7ാം ക്ലാസ് ഫിഖ്ഹിലെ പൊതുപരീക്ഷയ്ക്ക് വന്ന ചോദ്യങ്ങളും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഈ വീഡിയോയിൽ പറയും. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായി കാണാം. ആദ്യ പ്രവർത്തനം യോജിപ്പിക്കുക. മ്ലേച്ഛ വസ്തുക്കളെ തൊട്ട് വൃത്തിയാക്കലാണ് അതിന് പറയുന്ന പേര്. മ്ലേച്ഛ വസ്തുക്കളെ തൊട്ട് വൃത്തിയാക്കുന്നതിനാണ് ത്വഹാറത്ത് എന്ന് പറയാം. 2. വലിയ അശുദ്ധിയുള്ളവർക്ക് ഹറാമാകും. വലിയ അശുദ്ധിയുള്ളവർക്ക് ഹറാമാകുന്ന കാര്യം ഖുർആൻ ഓതുക എന്നതാണ്. 3. ഒട്ടകത്തിൻ്റെ സക്കാത്തിൽ ചുരുങ്ങിയ കണക്ക് എത്രയാണ്? അത് 5 ആണ്. 4. ഹജ്ജിൻ്റെ ഫർളുകളുടെ എണ്ണം. ഹജ്ജിന് 6 ഫർളുകളുണ്ട്. 5. സംയോഗം കൊണ്ടുള്ള അശുദ്ധിക്ക് പറയപ്പെടും. സംയോഗം കൊണ്ടുള്ള അശുദ്ധിക്ക് പറയപ്പെടുന്നത് ജനാബത്ത്. ഇനി രണ്ടാമത്തെ പ്രവർത്തനമാണ് ശരി അടയാളപ്പെടുത്തുക. ശരിയായതിന് നേരെ ശരി മാത്രം രേഖപ്പെടുത്താം. 1. കുളി സുന്നത്തുള്ള നിസ്കാരമാണ്. കുളി സുന്നത്തുള്ള നിസ്കാരം ഓപ്ഷൻ ഉണ്ട്. ജുമുഅ, തഹജ്ജുദ്, സുബ്ഹ്. ശരിയായത് ജുമുഅ. ജുമുഅ ദിവസം കുളി സുന്നത്താണ്. അതുപോലെ രണ്ട് പെരുന്നാളിനും കുളി സുന്നത്ത് തന്നെയാണ്. അതുപോലെ റമദാനിലെ എല്ലാ രാത്രികളിലും സുന്നത്താണ്. 2. എട്ടുകാലിയുടെ വല. അത് നജ്സാണോ, ത്വാഹിറാണോ, മുത്തനജ്ജിസാണോ? ശരിയായത് ത്വാഹിറാണ്. 3. തയമ്മുമിന് മുമ്പ് നജ്സ് നീക്കൽ. തയമ്മുമിന് മുമ്പ് നജ്സ് നീക്കൽ അതെന്താ? ഫറലാണെങ്കിൽ ഫറല്, സുന്നത്താണോ അതോ ഷർത്താണോ? അത് ഷർത്തിൽപ്പെട്ടതാണ്. കാരണം ഷർത്ത് എന്ന് പറയുമ്പോൾ തയമ്മുമിൻ്റെ മുമ്പ് ചെയ്യുന്ന കാര്യങ്ങൾക്കാണ്. 4. ലഘുവായ നജസ്. ചെറിയ കട്ടി കുറഞ്ഞ നജസ് ഏതാണ്? മുഗല്ലദ് എന്ന പേരിലാണോ അതോ മുഖഫഫ് എന്നാണോ മുത്തവസ്സിത്ത് എന്നാണോ? ഇതേത് പേരിലാണ് ലഘുവായ നജസ് അറിയപ്പെടുന്നത്? മുഖഫഫാണ്, കട്ടി കുറഞ്ഞത്. ഈ മുഖഫഫായ നജസ്സും മുത്തവസ്സിത്തായ നജസ്സും മുഗല്ലദായ നജസ്സും ശുദ്ധിയാകുന്ന രൂപം ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെയാണ് ശുദ്ധിയാക്കുന്നത് എന്ന് പഠിച്ചു വെക്കുക. 5. മുഹറമാത്തുൽ ഇഹ്റാമിൽ പെട്ടതാണ്. ഏതാണ്? സൗമാണോ, സുജൂദാണോ, നിക്കാഹാണോ? ശരിയായത് നിക്കാഹാണ്. അതാണ് ഇഹ്റാമിൽ ഹറാമായ കാര്യം. അടുത്ത പ്രവർത്തനമാണ് വിധി എഴുതുക. വിധി മാത്രം എഴുതി കൊടുക്കുക നേരെ. 1. റമദാനിൽ എല്ലാ രാത്രികളിലും കുളിക്കൽ. റമദാനിലെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സുന്നത്താണ്. രാത്രികളിലാണ്, റമദാനിലെ രാത്രികളിലാണ്. 2. തഹല്ലുലിൽ സ്ത്രീ തലമുടി കളയൽ. അതിൻ്റെ വിധി എന്താണ്? അത് കറാഹത്ത്. 3. ഇഹ്റാം ചെയ്യാത്തവർ ഹറമിലെ മരം മുറിക്കൽ. ഇഹ്റാം ചെയ്യാത്തവർ ഹറമിലെ മരം മുറിക്കുന്നതിൻ്റെ വിധി ഹറാമ് തന്നെയാണ്. 4. ഫർള് നോമ്പിന് രാത്രി തന്നെ നിയ്യത്ത് ചെയ്യൽ. ഓരോ ഫർള് നോമ്പിനും രാത്രി തന്നെ നിയ്യത്ത് ചെയ്യൽ വാജിബാണ്, നിർബന്ധമായ കാര്യം. 5. ജന്നത്തുൽ ബഖീഇൽ എന്നും സിയാറത്ത് ചെയ്യൽ. അതിൻ്റെ വിധി സുന്നത്താണ്. ഇനി അടുത്ത പ്രവർത്തനം വിട്ടത് ചേർക്കുക. ഇവിടെ സലാം പറയുന്ന രൂപം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് പൂരിപ്പിച്ചു കൊടുക്കുക. 1. അസ്സലാമു അലൈക യാ ഖലീഫത്ത റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഡാഷ് ഖൈറൻ. അവിടെ അസ്സലാമു അലൈക
യാ ഖലീഫത റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജസാക്കല്ലാഹു അൻ ഉമ്മത്തി സയ്യിദിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈറൻ. 2 യാ അയ്യുഹന്നാസു ഇസ്ഔ ഡാഷ് അലൈക്കും. യാ അയ്യുഹന്നാസു ഇസ്ഔ ഫഇന്ന സഅയ ഖദ് കുതിബ അലൈക്കും. അതിൻ്റെ അർത്ഥങ്ങളൊക്കെ പഠിക്കണം കേട്ടോ. 3 മൻ ലം യദഅ ഡാഷ് വൽ അമല ബിഹി ഡാഷ് വശറാബഹു. മൻ ലം യദഅ ഖൗല الزൂരി വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫി അൻ യദഅ ത്വആമഹു വശറാബഹു. ഇനി അടുത്ത പ്രവർത്തനമാണ് നോക്കാനുള്ളത്. ഉത്തരം എഴുതുക. 1 വേർഡ് ക്വസ്റ്റ്യൻ ആണ്. 1 മക്കയിലുള്ളവരുടെ ഉംറയുടെ മീഖാത്ത്. ഓരോ ഭാഗത്തുള്ളവർക്കും മീഖാത്തിൽ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ മക്കയിലുള്ളവരുടെ ഉംറയുടെ മീഖാത്ത് ഏതാണ്? അത് ഹറമിന് സമീപത്താണ്, ഹറമിന് പുറത്താണ്. 2 വുളൂ ഇല്ലാത്ത അവസ്ഥക്ക് പറയുന്ന പേര്. വുളൂ ഇല്ലെങ്കിൽ അതിന് പറയുന്ന പേര് ചെറിയ അശുദ്ധി എന്നാണ്. 3 സക്കാത്ത് നിർബന്ധമാക്കപ്പെട്ട വർഷം. ഇമ്പോർട്ടൻ്റ് ആണ്. ഹിജറ 2-ാം വർഷം. 4 അറഫയിൽ നിന്ന ശേഷം നിർവഹിക്കേണ്ട തവാഫ്. അതിന് പറയുന്നത് തവാഫുൽ ഇഫാദത്ത്. 5 തയമ്മുമിൻ്റെ ഫറളുകളിൽ ഒന്നാമത്തേത്. സിമ്പിളാണ്. ഏത് അമലുകൾ എടുക്കുകയാണെങ്കിലും അതിൽ ഒന്നാമത്തെ ഫറള് എന്ന് പറയുന്നത് നീയത്താണ്. അപ്പം നീയത്ത് എന്ന് എഴുതി കൊടുക്കാം. ഇനി അടുത്ത പ്രവർത്തനമാണ് ആദ്യ ഭാഗത്തിനോട് യോജിപ്പിക്കുക. വലതുഭാഗത്ത് കൊടുത്ത ആദ്യ ഭാഗത്തിനോട് യോജിച്ചത് ഇടതുഭാഗത്തു നിന്ന് തിരഞ്ഞെടുത്തിട്ട് എഴുതേണ്ടത് നടുഭാഗത്തേക്കാണ്. 1 നോമ്പ് മുറിയുന്ന കാര്യം. ഇടതുഭാഗത്ത് കാണാം ഉണ്ടാക്കി ഛർദ്ദിക്കുക. 2 ഖുർആൻ ഓതൽ വുളൂ ചെയ്യൽ. 3 വലിയ അശുദ്ധി ഉണ്ടായാൽ കുളിക്കുക. 4 മുഖം തടവൽ. അത് എന്തിൻ്റെ ഫറളാണ്? തയമ്മുമിൻ്റെ ഫറളിൽപ്പെട്ടതാണ്. 5 7 തവണ കഴുകണം. അതെപ്പോഴാണ് 7 തവണ കഴുകുക? മുഗല്ലദായ നജസാകുമ്പോഴാണ്. അപ്പോൾ മുഗല്ലദ് എന്ന് എഴുതി കൊടുക്കുക. 6 ലഹരി ദ്രാവകങ്ങൾ ഏതിലാണ് പെടുക? മുത്തവസ്സത്തിലാണ് പെടുക, മീഡിയമായ നജസിൽ. ഇനി അടുത്ത പ്രവർത്തനമാണ് വിശദമാക്കുക. 1 മുഖഫഫായ നജസ് എന്നാൽ എന്താണ്? ഉത്തരം 2 വയസ്സ് പൂർത്തിയാകാത്ത, പാൽ അല്ലാത്ത, മറ്റൊന്നും ഭക്ഷിക്കാത്ത ആൺകുട്ടിയുടെ മൂത്രമാണ് ഈ പറഞ്ഞ മുഖഫഫായ നജസ്. 2 ഹജ്ജും ഉംറയും വാജിബാകാനുള്ള 4 ഷറത്തുകൾ. അത് ചിലപ്പോൾ ഈ 2 ഉദാഹരണമായിട്ട് ചോദിക്കട്ടോ. 1 മുസ്ലിം ആവുക, 2 മുക്കല്ലഫ് ആവുക, 3 സ്വതന്ത്രനാവുക, 4 കഴിവുണ്ടാവുക. 3 തയമ്മും. എന്താണ് തയമ്മും? ചില നിബന്ധനകളോട് കൂടി മുഖത്തിലേക്കും 2 കൈകളിലേക്കും മണ്ണ് ചേർക്കലാണ് തയമ്മും. അതാണ് തയമ്മും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അവസാന പ്രവർത്തനമാണ് സാരം എഴുതുക. അർത്ഥം എഴുതി കൊടുക്കാം. 1 മൻ ഹജ്ജ വലം യസുർനി ഫഖദ് ജഫാനി. ഒരാൾ ഹജ്ജ് ചെയ്തു, അവൻ എന്നെ സിയാറത്ത് ചെയ്തില്ല, എന്നാൽ അവൻ എന്നോട് പിണങ്ങി. 2 അല്ലാഹുമ്മ ഗഫിർ ലി ദുനൂബി വഫ്തഹ് ലി അബവാബ ഫദ്ലിക. അതിൻ്റെ അർത്ഥം, അള്ളാഹുവെ
എൻ്റെ പാപങ്ങൾ എനിക്ക് നീ പുറത്തു തരണമേ, നിൻ്റെ ഔദാര്യത്തിൻ്റെ കവാടങ്ങൾ എനിക്ക് നീ തുറന്നു തരണമേ. ഇതാണ് ഫിഖ്ഹുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. എല്ലാവരും നന്നായി പഠിക്കുക. അള്ളാഹു എല്ലാവരെയും പരീക്ഷയിൽ ഉന്നത വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.